കടുത്ത വരൾച്ചയുടെ സൂചന നൽകി പാലക്കാട് ജില്ലയിൽ ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. കുഴൽക്കിണറുകളിൽ ജലനിരപ്പ് 20 അടി വരെ കുറഞ്ഞു. ഡാമുകളിൽ വെള്ളം കുറഞ്ഞതോടെ ജലസേചന കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഉയർന്ന ചൂടും കുടിവെള്ള പ്രശ്നവും എല്ലാ വർഷവും കൂടുതലായി അനുഭവപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. ഈ വർഷം പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാലവർഷത്തിൽ 34% കുറവാണ് ഉണ്ടായതെങ്കിൽ തുലാവർഷ മഴയിൽ 74% കുറവ്. ഇതോടെ ഭൂഗർഭജലത്തിന്റെ അളവിലും കാര്യമായ കുറവുണ്ടായി. കുഴൽക്കിണറുകളിൽ 20 അടിയോളം ജലനിരപ്പ് താഴ്ന്നു. സാധാരണ കിണറുകളിലും ജലനിരപ്പ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. ഡാമുകളിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതിനാൽ രണ്ടാം വിള നെൽകൃഷി ജില്ലയിൽ 10,000 ഹെക്ടറാണ് കുറവ് വന്നത്. ഭൂഗർഭജലനിരപ്പ് കുറയാൻ ഇതും കാരണമായെന്ന് മുണ്ടൂർ IRTCയിലെ റിസർച്ച് കോർഡിനേറ്റർ പ്രൊഫസർ BM മുസ്തഫ പറഞ്ഞു. സാധാരണ 2 പൂവ് കൃഷി പാലക്കാട് ജില്ലയിൽ ചെയ്യുന്നതാണ്. ജൂലൈ മുതൽ ഫെബ്രുവരി വരെ പാടങ്ങളിൽ വെള്ളം ഉണ്ടാവും, ഈർപ്പം ഉണ്ടാവും. അത് നമ്മുടെ ഇവിടെ അന്തരീക്ഷത്തിലെ എവാപറേഷൻ റേറ്റ് കൂട്ടുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. ഇപ്പോഴും ചില ദിവസങ്ങളിലൊക്കെ 35 ഡിഗ്രി വരുന്നുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. അത് വളരെയധികം ദിവസവും മണിക്കൂറുകളും നീണ്ടു നിൽക്കുമ്പോഴത്തേക്കാണ് വരൾച്ച നമുക്ക് അതിരൂക്ഷമാണെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനില മലമ്പുഴയിലാണ് രേഖപ്പെടുത്തിയത്, 41 ഡിഗ്രി സെൽഷ്യസ്. ചൂട് കൂടുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. അട്ടപ്പാടി, ചിറ്റൂർ മേഖലകളിൽ ഇപ്പോൾ തന്നെ കുടിവെള്ള പ്രശ്നമുണ്ട്. AK ലതീഷ്, പാലക്കാട്. വൃക്ക ആവശ്യമുണ്ട് എന്ന് കാണിച്ച് പത്രങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. ഇത്തരത്തിൽ പരസ്യം നൽകുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. വാണിജ്യപരമായ ഉദ്ദേശത്തോടെ പത്രങ്ങൾ ഇത്തരം ക്ലാസിഫൈഡ് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നിയമവിരുദ്ധവുമാണെന്ന് സർക്കാർ വ്യക്തമാക്കി. പുതുവത്സര തലേന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ വേറിട്ട ആഘോഷം. കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. മദ്യവും മയക്കുമരുന്നും പ്രശ്നപരിഹാരങ്ങൾക്കുള്ള മാർഗങ്ങളെന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്തണമെന്ന് KK ശൈലജ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി നടന്ന നാടൻ പാട്ടുമേള ശ്രദ്ധേയമായി. പുതുവത്സരാഘോഷ തിമിർപ്പിൽ ലോകം മതിമറന്ന് ആഘോഷിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട ആഘോഷം മറൈൻ ഡ്രൈവിൽ നടന്നത്. എറണാകുളം പുല്ലേപ്പടിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ യുവാവ് കൊലപ്പെടുത്തിയ 10 വയസ്സുകാരൻ റിസ്റ്റിയുടെ മാതാവ് ലഹരിക്കെതിരായ ദീപം തെളിയിച്ചു നൽകി. തുടർന്ന് ദീപശോഭയിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലി പരിപാടിക്ക് തുടക്കം കുറിച്ചു. മദ്യപാനം ഇന്ന് സ്റ്റാറ്റസ് സിംബലായി മാറിയിരിക്കുകയാണെന്നും ലഹരി ഉപയോഗത്തിനെതിരെ വലിയ യുദ്ധം തന്നെ നടത്തണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്യവേ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് മദ്യം യുക്തമല്ല എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പ്രശ്നത്തെ നേരിടാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമേ മദ്യം വർജിക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യവകുപ്പ് ഈ അമിത മദ്യപാനത്തിനെതിരായിട്ട് മദ്യവർജനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പയിനും തുടരുന്നുണ്ട്. ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാടൻ പാട്ടിന്റെ ചൂടും ചൂരും ശീലും വേഗവും DJ പാർട്ടികളെ വെല്ലുന്നതായി. ഭാവിയെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷ നൽകാൻ ഡിവൈഎഫ്ഐയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ അവസരമൊരുക്കുന്നുവെന്ന് പരിപാടിക്ക് ആശംസ നേർന്നുകൊണ്ട് MK സാനു മാസ്റ്റർ പറഞ്ഞു. ജോൺ ഫെർണാണ്ടസ് MLA, GCDA ചെയർമാൻ NC മോഹനൻ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കൃഷ്ണൻകുട്ടി, ഡോക്ടർ KS ഡേവിഡ്, ഡിവൈഎഫ്ഐ നേതാക്കളായ S സതീഷ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പ്രിൻസി കുര്യാക്കോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജീവകാരുണ്യ സേവന മികവിന് പാലക്കാട് കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തിരുവനന്തപുരം RCC കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ വോളണ്ടിയർ ഓർഗനൈസേഷൻ പ്രസിഡന്റും കോർഡിനേറ്ററുമായ ശാന്ത ജോസിനെ തെരഞ്ഞെടുത്തു. 10,111 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 15-ന് പാലിയേറ്റീവ് ദിനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ തെങ്ങുകളിൽ വെള്ളീച്ച ആക്രമണം രൂക്ഷം. തെങ്ങുകളുടെ നീരൂറ്റുന്ന സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈ എന്നറിയപ്പെടുന്ന വെള്ളീച്ചകൾ കൃഷിയിടങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. കള്ളുചെത്ത് തൊഴിലാളികളും നാളികേര കർഷകരും പ്രതിസന്ധിയിലായി.
തെങ്ങോലയുടെ അകത്ത് വെള്ള നിറത്തിലാണ് ഈ പ്രാണികളെ കണ്ടുവരുന്നത്. ഇവ തെങ്ങിന്റെ നീര് ഊറ്റി കുടിക്കും. കള്ള് ചെത്തുന്ന തെങ്ങിന് വെള്ളീച്ച ശല്യം ബാധിച്ചാൽ കള്ളിന്റെയും നാളികേരത്തിന്റെയും ഉൽപാദനത്തിനും തിരിച്ചടിയാകുമെന്ന് ചെത്തുതൊഴിലാളികൾ പറയുന്നു. ഈ തെങ്ങ് പുതിയതായിട്ട് രോഗം തുടങ്ങുകയാണ്. ഇന്ന് ഈ രോഗം ബാധിച്ച തെങ്ങുകളെ ചെത്താൻ ഉപയോഗിക്കുന്നതിന് നേരത്തെ ലഭ്യമായിക്കൊണ്ടിരുന്ന കള്ളിന്റെ 1/3 അംശം പോലും കള്ള് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ ഒരു തെങ്ങിൽ 2 ലിറ്റർ 3 ലിറ്റർ കള്ള് കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്നത് 1/2 ലിറ്റർ ഒരു ഗ്ലാസ് കള്ളായി മാറിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ 35 ലിറ്റർ 36 ലിറ്റർ കള്ളാണെന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ അളക്കുന്നത് 11 ലിറ്റർ 12 ലിറ്റർ കള്ളാണ്. എന്റെ തൊഴിലിന് കൂലി പോലും എനിക്ക് ലഭിക്കുന്നില്ല. ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ കുമരകം, ഐമനം, ആർപ്പൂക്കര എന്നിവിടങ്ങളിൽ തെങ്ങിന് പുറമെ വെള്ളീച്ച ശല്യം വാഴകളിലേക്കും പച്ചക്കറികളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. വെള്ളീച്ച ശല്യം ബാധിച്ച ഓലകളുടെയും ഇലകളുടെയും മുകൾ ഭാഗം കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. രോഗത്തെ പ്രതിരോധിക്കാൻ വേപ്പ് കീടനാശിനി തളിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഫലം ലഭിക്കുന്നില്ലെന്നാണ് കർഷകരും പറയുന്നത്. കേരളത്തിന്റെ കള്ളുചെത്ത് വ്യവസായ മേഖലയ്ക്കും നാളികേര ഉൽപാദനക്ഷമതയ്ക്കും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഈ രോഗം. ഒരുപോലെ ആശങ്കയിലായിരിക്കുകയാണ് കേര കർഷകരും ചെത്തുതൊഴിലാളികളും. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സാംജിത്ത് ആർപ്പൂക്കരയോടൊപ്പം ടി പി പ്രശാന്ത്. കഴിഞ്ഞ 16 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ജോലി ചെയ്യുകയാണ് ശ്രീനിവാസ് സ്വാമി. ബാംഗ്ലൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം ഉൾപ്പെടെ 5ലധികം ഭാഷകളിലാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. സൈനികനായിരുന്ന ഇദ്ദേഹം ഒരു ദൈവ നിയോഗം പോലെയാണ് ശബരിമലയിൽ എത്തിയത്. കഴിഞ്ഞ 16 വർഷമായി ശ്രീനിവാസ് സ്വാമി ദേവസ്വം പബ്ലിക് റിലേഷൻ ഓഫീസിലെ അനൗൺസറാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർക്ക് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകുകയാണ് പ്രധാന ജോലി. മാതൃഭാഷ കന്നഡയാണെങ്കിലും സന്നിധാനത്തെ പബ്ലിക് റിലേഷൻ ഓഫീസിൽ നിന്നും 6 ഭാഷകളിൽ വളരെ ഭംഗിയായാണ് ഇദ്ദേഹം അറിയിപ്പുകൾ നൽകുന്നത്. ഞാനിവിടെ 17 കൊല്ലമായി സർവീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ആദ്യം വരാവുന്ന സമയത്തിൽ ഇവിടെ ഭാഷയുടെ വളരെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ മിലിറ്ററിയിൽ ഒരു 5-6 കൊല്ലം സേവ ചെയ്തിരുന്ന ആളാണ്. ആ സമയത്തുള്ള എനിക്ക് കുറച്ച് എല്ലാ ഭാഷകളും പഠിക്കാൻ ഒരു ഇതായി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും മറുപടി നൽകുക, ശബരിമലയിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ അനൗൺസ് ചെയ്യുക, ഇതിലെല്ലാം ഉപരി കൂട്ടുപിരിഞ്ഞെത്തുന്നവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയവയാണ് വിവിധ ഭാഷാ അനൗൺസറായ ശ്രീനിവാസ് സ്വാമിയുടെ പ്രധാന ജോലി. BSF ജവാനായിരുന്ന സ്വാമി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് അയ്യപ്പനെ സേവിക്കാൻ ഇങ്ങനെയൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചതും. സന്നിധാനത്തെ വലിയ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഈ 17ാം വർഷത്തിലും തുടരുകയാണ് ശ്രീനിവാസ സ്വാമി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.